ഒരു മൊബൈൽ ഫോണിൽ ഒരു ചിത്രം കണ്ടാൽ കുഴപ്പമുണ്ടോ? അതിപ്പോൾ ഒരു വീഡിയോ അല്ലേ, അതിപ്പോൾ ഒരു പെണ്ണിൻ്റെ ഫോട്ടോ അല്ലേ? അപ്പോൾ പിന്നെ തുഹ്ഫയിലൊക്കെ നമ്മളെ മിർആത്തിലൊരു പെണ്ണിൻ്റെ രൂപം കണ്ടാൽ മസ്അല എന്താ? കണ്ണാടിയിൽ ഒരു പെണ്ണിൻ്റെ രൂപം കണ്ടാൽ അപ്പോൾ കറാഹത്ത് എന്നല്ലേ കാണുള്ളൂ, അപ്പോൾ അത് അത്രേ ഉണ്ടാവുള്ളൂ. പണ്ടത്തെ കണ്ണാടിയാണോ ഇപ്പോഴത്തെ സ്ക്രീന്? പണ്ടത്തെ കണ്ണാടി എന്ന് പറഞ്ഞാൽ കല്ല് ഒരതിയിട്ട് മിനുസുണ്ടാക്കിയിട്ട് മിനുത്ത് കൊണ്ടുവരുന്ന സാധനമാണ്. അതാണോ ഇപ്പോഴത്തെ ക്യാമറകൾ? അതാണോ ഇപ്പോഴത്തെ സ്ക്രീനുകൾ? ഒരു മനുഷ്യനെ നേർക്കുനേരെ കണ്ണുകൊണ്ട് കാണുന്നതിലേറെ ക്ലാരിറ്റിയും വ്യക്തതയും ഇന്നത്തെ ഫോട്ടോയിലുണ്ട്, വീഡിയോയിലുണ്ട്, ഇല്ലേ? അത് ചിന്തിച്ചാൽ ചെറിയൊരു ബുദ്ധിയുള്ള മനുഷ്യന് മനസ്സിലാവും, ആ ഉദാഹരണം ഈ സംഭവത്തോട് ചേർത്ത് വെക്കുമ്പോൾ ശരിയാവൂല. കാരണം അത് രണ്ടും ഖിയാസ് മഅൽ മുഫാരിഖാൻ, അല്ലെങ്കിൽ ശിബ്ഹ് മുഫാരിഖാൻ. അപ്പം എന്ത് ചെയ്യും? എന്നാൽ പിന്നെ കുഴപ്പമില്ല, കാണലേ. അത് കാണുന്നതോ ഹറാമായത്, അതൊരു തിന്മയാണെന്ന് പോലും തിരിച്ചറിയുന്നില്ല. അതാണ് വിഷയം. ഇത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്, മനുഷ്യൻ്റെ കണ്ണിനെ കേടുവരുത്തുകയാണ്. സൂക്ഷ്മത എന്ന് പറയുന്ന സാധനം ഇല്ലാതെയാവും. പലിശ ഉണ്ടോ ഇല്ലേ? പലിശയെക്കുറിച്ച് ചർച്ചപ്പോൾ ആരെങ്കിലും പറയും നോട്ടിൽ കറൻസിയിൽ പലിശ ഇല്ല എന്ന് പറഞ്ഞാൽ അതോ ഒരു വലിയ പറയുന്നുണ്ടല്ലോ. പലിശ എന്ന വലിയൊരു വിഷയത്തിൽ സൂക്ഷ്മതല്ല, നിസ്സാരമായ ചെറിയ ചില വിഷയങ്ങളിൽ ഭയങ്കര സൂക്ഷ്മത. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. സൂക്ഷ്മതയില്ല. ഒരു സൽക്കാരുണ്ട്, വേഗം പോയി ബാങ്കിൽ പോയി പണയം വെക്കുകയാണ്. എന്തിന്? അവിടെ പലിശ കുറവാണല്ലോ, അങ്ങനെ ഹറാമാണല്ലോ എന്നല്ല നോക്കുന്നത്, അവിടെ പലിശ കുറവാണല്ലോ, അപ്പോൾ ആ ബാങ്ക് കൊണ്ടുവച്ചാൽ മതി. അല്ലെങ്കിൽ ഈ ഫൈനാൻസിൽ നിന്ന് എടുത്താൽ മതി, അവിടെ എത്ര പെർസെൻറ്റേജേ ഉള്ളൂ, അവിടെ 12% ഉള്ളൂ, മറ്റൊടുത്ത് 14 അല്ലെങ്കിൽ 24. സൂക്ഷ്മത കുറവ്. ഇത് ജീവിതത്തിലുണ്ടോ? നിസ്കാരത്തിൽ ഖുശൂ, ഇത് അള്ളാഹിൻ്റെ മുമ്പിലല്ലേ നിൽക്കുന്നത്? അള്ളാഹ് അരുത് എന്ന് പറഞ്ഞത് ചെയ്തിട്ട് അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെയാ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുക? അതുകൊണ്ട് അള്ളാഹു ഖൽബിൽ നിന്ന് എടുത്തു കളയുന്ന ആദ്യത്തെ വിഷയം ഖുശൂആൻ. പുണ്യ നബി തങ്ങൾ പറഞ്ഞു, ഈ ഉമ്മത്തിൽ ആദ്യമായി നഷ്ടപ്പെടുന്നതും അതാണ്. നിങ്ങളുടെ നിസ്കാരങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കാൻ കഴിയാതെ വരും. ഈ ഉമ്മത്തിൻ്റെ ആദ്യത്തെ പരീക്ഷണം ഖുശൂ' നിസ്കാരങ്ങളിൽ നഷ്ടപ്പെടുമെന്ന് പറയുന്ന ഹദീസുകൾ എത്രയോ ഉണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. സുന്നത്ത് നിസ്കരിച്ചിട്ട് ഫർള് ഒഴിവാവും. തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റിട്ട് കടന്നുറങ്ങും, പിന്നെ സുബഹി ഉണ്ടാവില്ല. സുബഹി അല്ലേ തഹജ്ജുദിനേക്കാൾ വലുത്? തഹജ്ജുദ് കൂലിയുള്ളതാണ്, പക്ഷെ അതിനേക്കാളും ശ്രേഷ്ഠമാണ്, നിർബന്ധമാണ് സുബഹി നിസ്കാരം. സുന്നത്തിൽ ഇടപെട്ടുകൊണ്ട് ഫർള് കിട്ടുന്നില്ല. നമ്മൾ എല്ലാ തരത്തിലുമുള്ള നമ്മുടെ റാത്തീബുകളും അദ്കാറുകളും ഒക്കെ ചൊല്ലുന്ന കൂട്ടത്തിൽ വിശുദ്ധമായ ഖുർആൻ ഓതാൻ സമയം കിട്ടാതെ വരുന്നു. ബാക്കിയൊക്കെ നമ്മൾ ചൊല്ലി പറയുന്നുണ്ട്, ഖുർആൻ മാത്രം ഓതുന്നില്ല. എത്ര വലിയ ദുരന്തമാണത്! ഖുർആൻ ഓതിയിട്ട് ഖുർആനിന് അർഹമായത് നമ്മൾ കൊടുക്കണം, എന്നിട്ട് ബാക്കിയുള്ള സമയമാണ് ബാക്കി കാര്യങ്ങൾ ചൊല്ലാനും പിടിക്കാനും ഉള്ളത്. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യുന്നതോ സുന്നത്തുണ്ട്, ഫർളില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ ഒഴിച്ചു നിർത്തുകയാണ്, ബാക്കിയുള്ളതൊക്കെ നടക്കുന്നുണ്ട്.